ഓക്കെ, അപ്പൊ നമുക്കിന്ന് കോഗ്നിറ്റീവ് സൈക്കോളജിയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതിൽ പ്രധാനമായും 8 ഭാഗങ്ങളായിട്ടാണ് ഈ മൊഡ്യൂള്, അതായത് ഈ യൂണിറ്റ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ കോഗ്നിറ്റീവ് സൈക്കോളജിക്ക് 4 ബ്ലോക്കുകളുണ്ട്. ബ്ലോക്ക് 1 4 മൊഡ്യൂളുകളുണ്ട്. ഇതേപോലെ തന്നെ 4 ബ്ലോക്കുകളിലും 4 മൊഡ്യൂളുകൾ, അതായത് 4 യൂണിറ്റുകൾ വീതമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ ഫസ്റ്റ് യൂണിറ്റ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഒരു യൂണിറ്റ് ആണ് ഫസ്റ്റ് യൂണിറ്റ്. ഇതിൽ പ്രധാനമായും നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ് കോഗ്നിറ്റീവ് സൈക്കോളജി, പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നത് അതിന്റെ എക്സാമ്പിൾ വരുന്നുണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് റിസർച്ച് മെത്തേഡ്, കോഗ്നിറ്റീവ് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട റിസർച്ച് മെത്തേഡുകളെ കുറിച്ചാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പ്രധാനമായും ഈ കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ ഏതെല്ലാം മേഖലകൾ, ഏതെല്ലാം ഏരിയകൾ കവർ ചെയ്യുന്നുണ്ട്, അതാണ് അടുത്തത്, ഡൊമൈൻസ് ഓഫ് കോഗ്നിറ്റീവ് സൈക്കോളജി. അത് കഴിഞ്ഞിട്ട് അതിന്റെ ഒരു ബ്രീഫ് ഹിസ്റ്ററി, കോഗ്നിറ്റീവ് സൈക്കോളജിയുടെ തുടക്കം മുതൽ ഇന്ന് വരെയുള്ള കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട തിയറികൾ, തിങ്കേഴ്സ്, അതിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഇഷ്യൂസ്, കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്ന കീ ഇഷ്യൂസ് ഏതൊക്കെയാണ് എന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഈ ഐഡിയാസും ഡിസ്കസ് ചെയ്യും. ഇതൊക്കെയാണ് ഇന്നും വെള്ളിയാഴ്ചയും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? കോഗ്നിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ കഴിയും കോഗ്നിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പറയാൻ സാധിക്കും? ഓക്കെ, കോഗ്നിഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, തിരിച്ചറിവ്, അറിവ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. വോളിയം ഒന്ന് കൂട്ടാൻ പറ്റും സാറിന്റെ? വോയിസ് വളരെ സൗണ്ട് കുറവാ. ഇപ്പൊ റെഡിയായോ? സൗണ്ട് ഓക്കെ ആണപ്പോ? ഹലോ പറഞ്ഞു നോക്കാം. ഹലോ സൗണ്ട് കേൾക്കുന്നുണ്ട്. മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? കുറവാണ്, കേൾക്കുന്നുണ്ട്, പക്ഷെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണ്ടായിരുന്നു. ഓക്കെ, ഒന്ന് സൗണ്ട് കൂട്ടിയാണ്. കേൾക്കുന്നുണ്ട്. ഹെഡ്സെറ്റ് വെക്കുമ്പോൾ റെഡിയാണ്. ഓക്കെ എങ്കിൽ ഹെഡ്സെറ്റ് വെച്ചിട്ട് കേട്ടോളൂ. അപ്പൊ നമ്മള് കോഗ്നിറ്റീവ് സൈക്കോളജി, കോഗ്നിഷൻ എന്താണ്? കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ആർക്കെങ്കിലും പറയാൻ സാധിക്കും? കോഗ്നിറ്റീവ് സൈക്കോളജി എനിവൺ? നമുക്ക് ഓക്കെ, ഞാൻ തന്നെ പറഞ്ഞോളാം. നമുക്ക് നമ്മൾ ചുറ്റുപാടും കാണുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അത് നമ്മൾ തിരിച്ചറിയുന്നുണ്ടല്ലോ, അല്ലെ? ഇപ്പൊ ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ കോഗ്നിറ്റീവ് സൈക്കോളജിയാണ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്, അല്ലെ? ഈ സ്ക്രീനിൽ വരുന്ന വാക്ക് കുറെ അക്ഷരങ്ങൾ കൂടിയതാണ് എഴുതിയിട്ടുള്ളത്. കോഗ്നിറ്റീവ് സൈക്കോളജി. വാട്ട് ഈസ് കോഗ്നിറ്റീവ് സൈക്കോളജി? ഇത് കുറെ വാക്കുകൾ, കുറെ ചിത്രങ്ങളാണ്, അല്ലെ ശരിക്കും? പക്ഷെ ഇത് വായിക്കുക കോഗ്നിറ്റീവ് സൈക്കോളജി ആണെന്ന് നമുക്ക് തിരിച്ചറിയുന്നുണ്ട്, അല്ലെ? ഇപ്പോ ഈ ചിത്രം ഇതൊരു ചതുരമാണ്. ഇത് ശരിക്ക് ഒരു പേന കൊണ്ട് വരച്ചൊരു ചിത്രമാണ്. ഇത് ചതുരാണെന്ന് നമുക്ക് തിരിച്ചറിയുന്നുണ്ട്. ഇത് റൗണ്ട് ആണെന്ന് നമുക്ക് തിരിച്ചറിയുന്നുണ്ട്. ഇതെങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്? ഇവിടെയാണ് കോഗ്നിറ്റീവ് സൈക്കോളജി ഇവിടെയാണ് കോഗ്നിറ്റീവ് സൈക്കോളജിയെ കുറിച്ചുള്ള പഠനത്തിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കേണ്ടത്. കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻ നമുക്ക് എന്ത് ചെയ്യാം? 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 1, 2, 3. കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഒരു മൈൻഡിനെ കുറിച്ചുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ്, സയന്റിഫിക് സ്റ്റഡിയാണ് കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറയാം. മൈൻഡിനെ കുറിച്ചുള്ള സയന്റിഫിക് സ്റ്റഡിയെയാണെന്ന് പറയാം കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറയും. ഇത് മൈൻഡിന്റെ ചില മെന്റൽ പ്രോസസ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പെർസെപ്ഷൻ, റിമെമ്പറിങ്, റീസണിങ്, ഇതുപോലുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യും. ഇതിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാട്ടോ. പിന്നെ ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ചും കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ,
ഉദാഹരണമായിട്ട് ഇപ്പോൾ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് കോഗ്നിറ്റീവ് സൈക്കോളജിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കോഗ്നിഷനെ കുറിച്ച് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഉദാഹരണത്തിന് നിങ്ങൾ പത്രം വായിക്കാം. പത്രം വായിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു ന്യൂസ് കണ്ടു, അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാർട്ടൂൺ നിങ്ങൾ കണ്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമാ നടനാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു രാഷ്ട്രീയക്കാരനാണ്, ഒരു കാർട്ടൂണാണ്. പക്ഷെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് അല്ലെ, അത് ആരാണ്, അത് ഇന്ന രാഷ്ട്രീയക്കാരൻ്റെതാണ്, അല്ലെങ്കിൽ ഇന്ന സിനിമാ നടൻ്റെതാണ്, അത് മമ്മൂട്ടിൻ്റെതാണ്, മോഹൻലാലിൻ്റെതാണ്, നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് അല്ലെ. ഇതിനെ കോഗ്നിഷൻ എന്ന് പറയും. ഇപ്പോൾ നമ്മൾ ഒരുപാട് ചെരുപ്പുകൾക്കിടയിൽ നമ്മളുടെ ചെരുപ്പിനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് അല്ലെ. ഒരുപാട് പുസ്തകങ്ങൾക്കിടയിൽ നമ്മുടെ പുസ്തകത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. ഇതിനൊക്കെ കോഗ്നിഷൻ എന്ന് പറയും. കോഗ്നിഷൻ എന്തൊക്കെ വേണം? കോഗ്നിഷന് ഫസ്റ്റ് സെൻസറി നമ്മൾ പഞ്ചേന്ദ്രങ്ങളിലൂടെ ഇൻഫോർമേഷൻസ് സ്വീകരിക്കുകയും അതിനെ മൈൻഡിൽ മെന്റൽ പ്രോസസ്സിലൂടെ തിരിച്ചറിയുകയും ചെയ്യാണ് ചെയ്യുന്നത്. അതിന് പഞ്ചേന്ദ്രിയങ്ങൾ ആവശ്യമാണ്. ശരിക്കും പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? കാഴ്ച, കേൾവി, രുചി, മണം, ഇതൊക്കെ പഞ്ചേന്ദ്രിയങ്ങളുടെ ഭാഗമാണ് അല്ലെ. ഇപ്പൊ നമ്മളൊരു സാധനം കണ്ടു, നമ്മൾ ശബ്ദം കേട്ടു, രുചിച്ചു, സ്മെല്ല്, ഇതിലൂടെ ഒക്കെ നമ്മളെ ഉള്ളിലേക്ക് ഇൻഫോർമേഷൻ വരികയും ഈ ഇൻഫോർമേഷൻ ഒരു ഇലക്ട്രോ കെമിക്കൽ പ്രോസസ് ആയിക്കൊണ്ട് നമ്മളെ ബ്രെയിനിലേക്ക് പോവുകയും അതിന് എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട് ഈ കോഗ്നിറ്റീവ് പ്രോസസ്സിലൂടെ. ഓക്കെ, എന്താണ് കോഗ്നിറ്റീവ് പ്രോസസ്? കോഗ്നിറ്റീവ് പ്രോസസ് എന്ന് പറഞ്ഞാൽ പെർസീവിങ്, ലേണിംഗ്, റിമെമ്പറിങ്, തിങ്കിങ്, ഇതൊക്കെ എന്താണ് കോഗ്നിറ്റീവ് പ്രോസസ്സിന്റെ ഭാഗമായി നടക്കുന്ന പ്രക്രിയകളാണ്. അതിലൊന്നാണ് പെർസീവിങ്. നമ്മൾ നേരത്തെ പറഞ്ഞു പഞ്ചേന്ദ്രിയങ്ങൾ, കാഴ്ച, കേൾവി, ഇതിലൂടെ നമ്മളെ ചുറ്റുപാടും കാണുന്ന ഇൻഫോർമേഷൻസ് ഒക്കെ നമ്മൾ തിരിച്ചറിയുന്നുണ്ട് അല്ലെ. സെൻസറി ഇൻഫോർമേഷൻ, നമ്മളെ ചുറ്റുപാട് നടക്കുന്ന, നമ്മളെ വേൾഡിൽ നമ്മളെ ചുറ്റുപാട് നടക്കുന്ന ഇൻഫോർമേഷൻ ഒക്കെ നമ്മൾ കാണുകയും ഇന്റർപ്രറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതിന് സഹായിക്കുന്നത് കോഗ്നിഷൻ ആണ്. ലേണിംഗ്, നമ്മൾ പല കാര്യങ്ങൾ ലേൺ ചെയ്യുന്നുണ്ട്, പുതിയ ഇൻഫോർമേഷൻസ്, പുതിയ ബിഹേവിയർ, സ്കില്ലുകൾ. ഇപ്പൊ നമ്മളൊരു പുതിയൊരു വിഷയം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ, കോഗ്നിറ്റീവ് സൈക്കോളജി. അതുപോലെ തന്നെ പുതിയ ബിഹേവിയറുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്, നമ്മളെ സുഹൃത്തുക്കളിൽ നിന്ന്, നമ്മളെ പാരന്റ്സിൽ നിന്ന്, നമ്മളെ ചുറ്റുപാടുന്ന ഒരുപാട് പുതിയ ബിഹേവിയറുകൾ, സ്വഭാവങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. പുതിയ സ്കിൽസ് നമ്മൾ അക്വയർ ചെയ്യുന്നുണ്ട് അല്ലെ, ടൈപ്പിംഗ് സ്കില്ല്, അതുപോലെ തന്നെ പലതരത്തിലുള്ള സ്കില്ലുകൾ നമ്മൾ അക്വയർ ചെയ്യുന്നുണ്ട്. ഇതിനും എന്ത് സഹായിക്കുന്നുണ്ട്? കോഗ്നിറ്റീവ് പ്രോസസ് സഹായിക്കുന്നുണ്ട്. റിമെമ്പർ ചെയ്യാൻ നമ്മൾ ഓർത്തെടുക്കുന്നുണ്ട് അല്ലെ, പല കാര്യങ്ങളും, മുമ്പ് നടന്ന കാര്യങ്ങൾ, നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് നമ്മൾ മുമ്പ് പഠിച്ച കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ ഓർത്തെടുക്കുന്നുണ്ട്. ഇൻഫോർമേഷൻസ് ശേഖരിക്കുക, അത് സ്റ്റോർ ചെയ്ത് വെക്കുക, ഓർത്തെടുക്കുക, റിട്രീവ് ചെയ്യുക, അതൊക്കെ കോഗ്നിറ്റീവ് പ്രോസസ്സിന്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ്. അതുപോലെ നമ്മൾ ഓരോ സാഹചര്യത്തിനും ആവശ്യമായ ഇൻഫോർമേഷൻസ് പ്രോസസ് ചെയ്തെടുക്കുക, ഓരോ സാഹചര്യത്തിനും ഓരോ പ്രശ്നത്തിനും പ്രോബ്ലം സോൾവിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇൻഫോർമേഷൻ നമ്മൾ എടുക്കുക, ഡിസിഷൻ എടുക്കുക, ഇതൊക്കെ കോഗ്നിറ്റീവ് പ്രോസസ്സിന്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ്. ഓക്കെ, ഇനി കോഗ്നിറ്റീവ് പ്രോസസ്സ് നടക്കുന്ന സമയത്ത് കോഗ്നിറ്റീവ് പ്രോസസ്സിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ത്? കോഗ്നിറ്റീവ് പ്രോസസ്സിലൂടെ നമ്മളെ ബിഹേവിയറിനെ കുറിച്ച്, ഗവേഷകർ പറയുന്നത്, സൈക്കോളജിസ്റ്റ് പറയുന്നത്, നമ്മളെ ബിഹേവിയർ, നമ്മളെ ഒരുപാട് കാര്യങ്ങളുടെ ബേസിലാണ് നമ്മളെ ബിഹേവിയർ രൂപപ്പെടുന്നത്. ഏതൊക്കെയാണ്? നമുക്കറിയാം, നമ്മളെ പെരുമാറ്റം, നമ്മൾ ചിലപ്പോൾ ദേഷ്യമുള്ള ആൾക്കാരായിരിക്കും, പെട്ടെന്ന് സങ്കടം വരുന്ന ആളുകളായിരിക്കും, ഇങ്ങനെ ഒരുപാട് പല സ്വഭാവമുള്ള ആളുകളുണ്ട്. പല പെരുമാറ്റങ്ങൾ നമ്മളിൽ നിന്ന് ഉണ്ടാവാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ കഴിഞ്ഞ കുറച്ച് വീക്ക് മുമ്പ് ഞാൻ പഠിക്കുന്ന കോളേജിൽ ചെറിയൊരു സംഘർഷം ഉണ്ടായി. അപ്പൊ എന്താണ് കാരണം? ഞാൻ ചോദിച്ചു, ഞാനല്ല, പ്രിൻസിപ്പൾ ചോദിച്ചു എന്താ കാരണം. അപ്പൊ ഒരു ജൂനിയേഴ്സും സീനിയേഴ്സും തമ്മിൽ ചെറിയൊരു അടിയാണ്. അപ്പൊ അതില് ഒരാൾ എന്ത് ചെയ്തു, ജൂനിയർ പറഞ്ഞു അവൻ എന്നെ നോക്കി. അപ്പോ ഈ കുട്ടി തിരിച്ചു, സീനിയർ ആയ കുട്ടി പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ എന്നെ നോക്കണം, ഈ എന്തിനാ എന്നെ നോക്കി ചോദിച്ചു. അപ്പൊ മറ്റേ ആള് പറഞ്ഞു, എന്താ എനിക്ക് നോക്കിക്കൂടെ. അങ്ങനെ എന്ത് ചെയ്ത്, ഇങ്ങനെ നിസ്സാര കാര്യത്തിന് എന്ത് ചെയ്തു, ഇത് വലിയൊരു അടിയിൽ കലാശിച്ചു.
അപ്പൊ ഇവിടെ അഗ്രസീവ് ബിഹേവിയർ ഒരു കുട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായി, പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവം ഒരു കുട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായി. ഇങ്ങനെ പലതരത്തിലുള്ള ബിഹേവിയർ ഓരോ സാഹചര്യത്തിലും നമ്മൾ പെരുമാറുന്ന പെരുമാറ്റം രൂപപ്പെടുന്നത് കോഗ്നിഷന്റെ ഭാഗമായിട്ടാണ്. ഓക്കെ, അപ്പൊ കോഗ്നിറ്റീവ് പ്രോസസ്സിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ. ബിഹേവിയർ എന്തെല്ലാം സ്വാധീനിക്കുന്നുണ്ട്? ബിഹേവിയർ നമ്മളെ മെമ്മറിയെ സ്വാധീനിക്കുന്നുണ്ട്. മെമ്മറി ബിഹേവിയർ നമ്മളെ എക്സ്പീരിയൻസുമായി ബന്ധപ്പെട്ടതാണ്. നമ്മളെ മെമ്മറി, നമ്മളെ പ്രീവിയസ് ഇയർ എക്സ്പീരിയൻസ്, നമ്മൾ ചെറുപ്പകാലം മുതൽ ഇതുവരെയുള്ള നമ്മൾ ഒരുപാട് ഘടകങ്ങൾ നമ്മളെ ബിഹേവിയറിനെ സ്വാധീനിക്കുന്നുണ്ട്. എൻവയോൺമെന്റ്, പരിസ്ഥിതി, നമ്മൾ ജീവിച്ച ജീവിത സാഹചര്യം, നമ്മൾ നിൽക്കുന്ന ചുറ്റുപാടുകൾ, ഇതൊക്കെ നമ്മളെ ബിഹേവിയറിനെ സ്വാധീനിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളെ കൾച്ചർ, നമ്മളെ സൊസൈറ്റിയിലെ കൾച്ചർ ഒരു വ്യക്തിയുടെ ബിഹേവിയറിനെ സ്വാധീനിക്കുന്നുണ്ട്. പിന്നെ പാരന്റിങ്, നമ്മളെ മാതാപിതാക്കള് നമ്മളെ എങ്ങനെ വളർത്തി, ഇതൊക്കെ എന്താണ് നമ്മളെ. പിന്നെ എൻവയോൺമെന്റ് നമ്മളെ ബിഹേവിയറിനെ സ്വാധീനിക്കുന്നുണ്ട്. ഈ ബിഹേവിയർ രൂപപ്പെടുന്നത് എങ്ങനെയാണ്? കോഗ്നിറ്റീവ് പ്രോസസ്സിലൂടെയാണ് നമ്മൾ പറഞ്ഞല്ലോ. ഓക്കെ, പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മൾ ഈ ഇൻഫോർമേഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? നമ്മളുള്ളിലേക്ക് നമ്മൾ ശേഖരിക്കും. ഈ ശേഖരിച്ചു വെച്ച ഇൻഫോർമേഷന്റെ ബേസിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മളെ പെരുമാറ്റം രൂപപ്പെടുന്നത്. ഈ ഇൻഫോർമേഷൻസ് എങ്ങനെയൊക്കെയാണ് വരുന്നത്? നമ്മളെ കൾച്ചറിന്റെ അടിസ്ഥാനത്തിൽ വരും, എൻവയോൺമെന്റിന്റെ അടിസ്ഥാനത്തിൽ വരും, എക്സ്പീരിയൻസ്, നമ്മൾ ഓൾറെഡി നമ്മളെ മെമ്മറിയിൽ നമ്മളെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്ത മെമ്മറിയിലുള്ള ഇൻഫോർമേഷൻസ്, പാരന്റിങ്ങിലൂടെ, എൻവയോൺമെന്റിലൂടെ, ഇതിലൂടെ ഒക്കെ കിട്ടുന്ന ഇൻഫോർമേഷൻസ് നമ്മളെ ബിഹേവിയർ ആയിട്ട് രൂപപ്പെടുന്നുണ്ട്. ഇവിടെ ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, കോഗ്നിറ്റീവ് പ്രോസസ്സിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഗവേഷകർ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ആളുകളുടെ ബിഹേവിയർ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഒരാളുടെ ബിഹേവിയർ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ തിങ്കിങ് പാറ്റേൺ മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോ ഞാൻ വളരെ ദേഷ്യത്തോട് പെരുമാറാണ്, അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് സങ്കടം വരുന്ന ആളാണ്. അടുത്ത് നമ്മളെ ഒരു പേര് പറയാത്ത ഒരു എക്സാമ്പിൾ പറയാം. നമ്മളടുത്ത് ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു. അപ്പൊ അത് എന്തിന്റെ ബേസിലാണ്? ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ കുട്ടിയെ മോശമായിട്ട് ചിത്രീകരിച്ചു. മാത്രല്ല കുറച്ച് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ടായി. അപ്പൊ പെട്ടെന്ന് എന്ത് ചെയ്ത ആ വ്യക്തി, ആ കുട്ടി ആത്മഹത്യ ചെയ്തു. അപ്പൊ പെട്ടെന്ന് ഇമോഷണൽ ആകുന്ന ഒരു ബിഹേവിയർ. ഇതുപോലെ ഒരുപാട് ബിഹേവിയറുകൾ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. നമ്മളെ ചുറ്റുപാടുള്ള നമ്മളെ ഫ്രണ്ട്സ്, നമ്മളെ ഫാമിലി, നമ്മളെ പാരന്റ്സ്, ഇവരുടെയൊക്കെ ബിഹേവിയർ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ മെന്റൽ പ്രോസസ്സിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ മെന്റൽ പ്രോസസ്സിലൂടെ അവരുടെ കോഗ്നിറ്റീവ് പ്രോസസ്സിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ബിഹേവിയറിനോട് പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ, കോഗ്നിറ്റീവ് പ്രോസസ്സിനെ മനസ്സിലാക്കാൻ വേണ്ടി ഗവേഷകർ യൂസ് ചെയ്യുന്നതാണ് വ്യക്തിയുടെ ബിഹേവിയർ. ഓക്കെ, അപ്പോ ഓക്കെ, ഇനി പല സമയത്ത് പല രീതിയിലുള്ള കോഗ്നിറ്റീവ് പ്രോസസ്സുകൾ ഉണ്ട്. അതിനെ കുറിച്ച് നമുക്ക് ഡൊമൈൻസിൽ പറയുന്ന സമയത്ത് നമുക്ക് പറയാം. ഇനി റിസർച്ച് മെത്തേഡുകൾ, നമ്മൾ നേരത്തെ പറഞ്ഞു കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ ആളുകളുടെ കോഗ്നിറ്റീവ് പ്രോസസ്സിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്, അല്ലെ? ഗവേഷകർ പല രീതിയിൽ മെന്റൽ പ്രോസസ്സിനെ മനസ്സിലാക്കുന്നുണ്ട്. ബിഹേവിയർ ഒബ്സർവ് ചെയ്തുകൊണ്ടാണ് മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞു. ഏതെല്ലാം ഗവേഷണ രീതികളാണ് ഈ കോഗ്നിറ്റീവ് പ്രോസസ്സിനെ മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? എന്തിനാണ് നമ്മൾ കോഗ്നിറ്റീവ് പ്രോസസ്സുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾ നടത്തുന്നത്? അതിന്റെ ലക്ഷ്യം എന്താണ്? ഓക്കെ, റിസർച്ചിന്റെ ഗോൾ എന്താണ്? ശരിക്കും റിസർച്ചിലൂടെയാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത്, അല്ലെ? അത് നമ്മൾ ഏത് മേഖലയിൽ റിസർച്ചിൽ ഡാറ്റ കളക്ട് ചെയ്യുകയാണെങ്കിലും അതിനൊരു ലക്ഷ്യം ഉണ്ടാവും. ഓക്കെ, പടിപടിയായ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരുപാട് സ്റ്റേജുകളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഒരു ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുന്നത്. അതിന് ഫസ്റ്റ് പ്രോസസ്, നമ്മൾ ആദ്യം ടോപ്പിക്, അതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളുണ്ട്. ഡാറ്റ നമ്മൾ ഗ്യാദർ ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി റിസർച്ചിന് ഒരുപാട് സ്റ്റെപ്സും സ്റ്റേജസും ഒക്കെ ഉണ്ട്. പ്രധാനമായും നമ്മൾ ഫസ്റ്റ് ഡാറ്റ ഗ്യാദർ ചെയ്യുന്നുണ്ട്. ഇപ്പോ ഒരാളുടെ ബിഹേവിയർ ഒബ്സർവ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഡാറ്റ ഗ്യാദർ ചെയ്തതിനു ശേഷം ആ ഡാറ്റ നമ്മൾ അനലൈസ് ചെയ്യും. ഓക്കെ,
പിന്നെ ഇത് എന്ത് ചെയ്യും, തിയറി ഡെവലപ്പ് ചെയ്യും. ഒന്നെങ്കിൽ ഏതെങ്കിലും തിയറിയുമായി ഈ അനലൈസ് ചെയ്ത ഡാറ്റ എന്ത് ചെയ്യും, കമ്പയർ ചെയ്യുകയോ അല്ലെങ്കിൽ തിയറി ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. പിന്നെ ഹൈപ്പോത്തിസിസ് ഫോർമുലേറ്റ് ചെയ്യും, ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ എന്താണ് ഈ വ്യക്തിയുടെ മെന്റൽ പ്രോസസ്സ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഗവേഷണത്തിന് സാധാരണയായി ഒരു വ്യക്തിയുടെ കോഗ്നേറ്റീവ് പ്രോസസ്സ് മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡുകൾ, റിസർച്ച് മെത്തേഡുകൾ 4 4 ഇതിൽ തന്നെ ഒരുപാട് തരത്തിലുള്ള റിസർച്ച് മെത്തേഡുകൾ ഉണ്ട്. അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. പ്രധാനമായും നമ്മൾ റിസർച്ചിലൂടെ ഹൗ ആൻഡ് വൈ എന്നീ 2 ചോദ്യങ്ങൾക്കാണ് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നത്. പലതരത്തിലുള്ള എക്സ്പെരിമെന്റുകൾ ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു എക്സ്പെരിമെന്റ് ആണ് കൺട്രോൾഡ് എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ ലബോറട്ടറി എക്സ്പെരിമെന്റ്. കൺട്രോൾഡ് എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ ലബോറട്ടറി എക്സ്പെരിമെന്റ്, ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കോഗ്നേറ്റീവ് പ്രോസസ്സ് എന്താന്ന് പറഞ്ഞു. കോഗ്നേറ്റീവ് പ്രോസസ്സ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി പ്രധാനമായും ഗവേഷകർ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഊന്നൽ കൊടുക്കുന്നത് എന്തിനാണ്, ബിഹേവിയറിനാണെന്ന് പറഞ്ഞു. ബിഹേവിയർ മനസ്സിലാക്കിക്കൊണ്ടാണ് ഒരാളുടെ മെന്റൽ പ്രോസസ്സ് മനസ്സിലാക്കുന്നത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി ഏതെല്ലാം മെത്തേഡുകൾ ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഡേറ്റ കളക്ട് ചെയ്യുന്നതാണ് പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ആണെന്ത്, എക്സ്പെരിമെന്റ്. രണ്ടാമത്തത് നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, ഏതായിരുന്നു, സൈക്കോബയോളജിക്കൽ ടെസ്റ്റസ്. പിന്നെ അടുത്തത് സെൽഫ് റിപ്പോർട്ട്, കേസ് സ്റ്റഡി, നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ, ഇതൊക്കെ വരുന്നുണ്ട്. പിന്നെ കമ്പ്യൂട്ടർ സിമുലേഷൻ ആൻഡ് AI. ഈ 4 രീതി, 4 വിവിധ തരത്തിലുള്ള, ഇതിലൊക്കെ അനേകായിരം രീതികളുണ്ട്. ഓരോ വ്യത്യസ്ത മെത്തേഡുകളുണ്ട്. ജനറൽ ടേം ആണ് എന്ത് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ്, കൺട്രോൾഡ് എക്സ്പെരിമെന്റ്. കൺട്രോൾഡ് എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു നിയന്ത്രിത സാഹചര്യത്തിൽ ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിളും ഡിപെൻഡന്റ് വേരിയബിളും തമ്മിലുള്ള റിലേഷൻ പഠിക്കുകയാണ് എക്സ്പെരിമെന്റിലൂടെ ചെയ്യുന്നത്. ഇവിടെ 3 കൺസെപ്റ്റുകളാണ് നമ്മൾ റിസർച്ചിൽ +2ലും ഡിഗ്രിക്കും നമ്മൾ പഠിച്ചതാണ്. റിസർച്ചിൽ 3 വേരിയബിൾ ഉണ്ടായിരിക്കും. വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്നിലധികം വാല്യൂസ് ഉള്ള എല്ലാം എന്താണ്, വേരിയബിൾ ആണ്. ഓക്കെ, വേരിയബിൾ അത് നമുക്ക് റിസർച്ച് പഠിക്കുന്ന സമയത്ത് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശദീകരണം നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താണ്, ഇൻഡിപെൻഡന്റ് വേരിയബിൾ, ഡിപെൻഡന്റ് വേരിയബിൾ, കൺട്രോൾ വേരിയബിൾ. ഉദാഹരണത്തിന് നമുക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, മ്യൂസിക്കും ജിമ്മും, നമ്മൾ ജിമ്മിന് പോകുന്ന സമയത്ത് മ്യൂസിക് നമ്മളെ ഫിസിക്കൽ സ്ട്രെങ്ത്തിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്ന ഒരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ ടെമ്പറേച്ചറും പെർഫോമൻസും. ഓക്കെ, ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. നമ്മൾ ടെമ്പറേച്ചറും നമ്മളെ ജിമ്മിൽ നമ്മളെ പെർഫോമൻസും തമ്മിലുള്ള ഒരു ബന്ധമാണ് ഇവിടെ പഠിക്കുന്നതെന്ന് കരുതാം. അപ്പൊ ടെമ്പറേച്ചർ ഒരിക്കലും, ടെമ്പറേച്ചറും പെർഫോമൻസും ആണല്ലോ. ഇതിൽ ഏതിനാണ് നമുക്ക് മാറ്റം വരുത്താൻ കഴിയുക? ടെമ്പറേച്ചർ നമുക്ക് കൂട്ടാനും കുറക്കാനും പറ്റും. പെർഫോമൻസ്, അതായത് നമ്മളെ പെർഫോമൻസിൽ നമുക്ക് മാറ്റം വരുത്താൻ പറ്റില്ല. അപ്പൊ ഏതിലാണോ മാറ്റം വരുത്താൻ പറ്റുന്നത് അതിന് ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയും. മാറ്റം വരുത്താൻ സാധിക്കാത്ത, ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്ന വേരിയബിളിന് ഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയും. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ടെൻഷൻ ആവണ്ട, റിസർച്ച് മെത്തേഡുള്ള സമയത്ത് നമുക്കത് വിശദമായിട്ട് നോക്കാം. ഈ 2 വേരിയബിളിനെയും പുറത്തു നിന്ന് എഫക്ട് ചെയ്യുന്ന വേരിയബിളിനാണ് എന്ത് പറയാം, കൺട്രോൾഡ് വേരിയബിൾ എന്ന് പറയാം. ഓക്കെ, മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഭക്ഷണം കഴിച്ചാൽ ആരോഗ്യം മെച്ചപ്പെടുമോ എന്നൊരു പഠനം ഞാൻ നടത്തുകയാണെന്ന് കരുതാം. ഭക്ഷണമുണ്ട്, ആരോഗ്യമുണ്ട്. ആരോഗ്യത്തിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എന്റെ ആരോഗ്യം എനിക്ക് കൂട്ടാനോ കുറക്കാനോ കഴിയില്ല. പക്ഷെ ഭക്ഷണം കഴിക്കുന്നതിന്റെ അളവ് കൂട്ടാനും കുറക്കാനും എനിക്ക് സാധിക്കുമല്ലോ. അപ്പൊ എന്തിലാണ് എനിക്ക് മാറ്റം വരുത്താൻ കഴിയുക? ഭക്ഷണത്തിലാണ്. ഈ മാറ്റം വരുത്താൻ കഴിയുന്ന വേരിയബിളിനെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയും. ആരോഗ്യത്തിലാണല്ലോ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്, അപ്പോൾ അതിനെ ഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയും. ഓക്കെ, ഈ ആരോഗ്യം മെച്ചപ്പെടാനും ആരോഗ്യം ക്ഷയിക്കാനും ഭക്ഷണമല്ലാത്ത വേറെ ഏതെങ്കിലും കാരണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെന്ത് പറയും, കൺട്രോൾഡ് വേരിയബിൾ എന്ന് പറയും. ഉദാഹരണം, കാലാവസ്ഥ, അസുഖം, ഇതൊക്കെ നമ്മൾ ആരോഗ്യം
ആരോഗ്യത്തെ എഫക്ട് ചെയ്യാൻ സാധ്യത ഉണ്ടല്ലോ, അതിനെ കൺട്രോൾ വേരിയബിൾ എന്ന് പറയും. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് റിസർച്ച് മെത്തേഡിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പിന്നെ അടുത്തതാണത് സൈക്കോബയോളജിക്കൽ റിസർച്ച്. ഇവിടെ എക്സ്പെരിമെന്റ് മനസ്സിലായല്ലോ അല്ലെ. എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ലബോറട്ടറിയിൽ നമ്മൾ എന്ത് ചെയ്യും, പരീക്ഷണങ്ങൾ നടത്തുമല്ലോ, അതാണ് ഉദ്ദേശിച്ചത്. ഇനി അടുത്തത് സൈക്കോബയോളജിക്കൽ റിസർച്ച്. ഇവിടെ നമ്മൾ എന്താണ്, നമ്മളെ ബ്രെയിനിന്റെ കോഗ്നിറ്റീവ് പെർഫോമൻസും ബ്രെയിനും തമ്മിലുള്ള കമ്പാരിസൺ ആണ് ഇവിടെ നടത്തുന്നത്. നമ്മളെ ബ്രെയിനിനെ പരിശോധിച്ചുകൊണ്ട് ബ്രെയിനിനെ, മസ്തിഷ്കത്തെ പല രീതിയിലുള്ള ടെസ്റ്റുകൾ ചെയ്തുകൊണ്ട് കോഗ്നിറ്റീവ് പെർഫോമൻസ് അനലൈസ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയാം, സൈക്കോബയോളജിക്കൽ റിസർച്ച് എന്ന് പറയാം. നമ്മളെ മരണത്തിന് ശേഷം നമ്മൾ പോസ്റ്റ്മോർട്ടം നടത്തും അല്ലെ. അങ്ങനെ എന്തെങ്കിലും ഒരു ആക്സിഡന്റോ അപകടമോ മരണമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ പോസ്റ്റ്മോർട്ടം നടത്തും. ആ സമയത്ത് ബ്രെയിനിനെ പരിശോധിച്ചുകൊണ്ട് അതിന്റെ റിപ്പോർട്ട് എടുക്കാറുണ്ട്. അതേപോലെ തന്നെ ബ്രെയിൻ ഇമേജിംഗ് ടെക്നിക്സ്, പലതരത്തിലുള്ള ബ്രെയിൻ ഇമേജിംഗ് ടെക്നിക്സുകളുണ്ട്. MRI, FMRI, PET, ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് അടുത്തതായിട്ട് വിശദമായി പഠിക്കാനുണ്ട്. ഇത് എന്താണെന്നതിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഇതുപോലുള്ള ടെസ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ബ്രെയിൻ ആക്ടിവിറ്റീസിനെ പഠിക്കാനും അതിലൂടെ കോഗ്നിറ്റീവ് പെർഫോമൻസിനെ മനസ്സിലാക്കാനും സാധിക്കും. ഇപ്പൊ നമ്മൾ രണ്ട് രീതിയിൽ പറഞ്ഞു. ഒന്ന്, എക്സ്പെരിമെന്റിലൂടെ നമ്മളെ കോഗ്നിറ്റീവ് പ്രോസസ്സിനെ മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത് സൈക്കോബയോളജിക്കൽ ടെസ്റ്റുകളിലൂടെ നമുക്ക് കോഗ്നിറ്റീവ് പെർഫോമൻസ്, നമ്മളെ ഈ കോഗ്നിറ്റീവ് പ്രോസസ്സിനെ മനസ്സിലാക്കാൻ പറ്റും. മൂന്നാമത്തെ രീതിയാണിത് സെൽഫ് റിപ്പോർട്ട്, കേസ് സ്റ്റഡി, നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ. സെൽഫ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സ്വയം നമ്മളെ കുറിച്ച് നമ്മളെ സൈക്കോളജിസ്റ്റിന് അല്ലെങ്കിൽ നമ്മൾ റിസർച്ച് ചെയ്യുന്ന ഡേറ്റ കളക്ട് ചെയ്യുന്ന ആൾക്ക് ഇൻഫോർമേഷൻ നൽകുന്നതിന് എന്ത് പറയും? സെൽഫ് റിപ്പോർട്ട് എന്ന് പറയും. ചോദ്യാവലി, ഇന്റർവ്യൂ, ഈ മെത്തേഡുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, മറ്റുള്ളവരിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ ആരുടെ ഇൻഫോർമേഷൻ ആണോ കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്യും. ഇതിനെ സെൽഫ് റിപ്പോർട്ട് എന്ന് പറയും. ഓക്കെ, നമ്മൾ സ്വയം നൽകുന്ന റിപ്പോർട്ടാണ്. അടുത്തതാണ് കേസ് സ്റ്റഡീസ്. കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വ്യക്തിയെ കുറിച്ചോ സ്ഥാപനത്തെ കുറിച്ചോ അല്ലെങ്കിൽ ഫിനോമിനയെ കുറിച്ചോ ഇൻഡെപ്ത് ആയിട്ട് പഠനം നടത്തുന്നതിനെയാണ് എന്ത് പറയാം, കേസ് സ്റ്റഡി എന്ന് പറയാം. നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ ലാബിന് പുറത്ത് റിയൽ വേൾഡിൽ, റിയൽ സിറ്റുവേഷനിൽ നമ്മൾ ആളുകളെ നിരീക്ഷിക്കുകയും അവരുടെ കോഗ്നിറ്റീവ് പ്രോസസ്സിനെ മനസ്സിലാക്കുകയും ചെയ്യുന്നതിനെയാണ് എന്ത് പറയാം, നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ എന്ന് പറയാം. ഓക്കെ, പിന്നെ അതുപോലെ കമ്പ്യൂട്ടർ സിമുലേഷൻ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. മനുഷ്യന്റെ ചിന്ത, പ്രോബ്ലം സോൾവിങ് സ്കില്ല്, ഇതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും അതിലൂടെ മനുഷ്യന്റെയും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും കമ്പയർ ചെയ്യുകയും ചെയ്യുന്നത് എന്തുണ്ട്, അങ്ങനെ സാഹചര്യമുണ്ട്. സിമുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മുൻപ് നടന്ന അല്ലെങ്കിൽ മറ്റൊരു കാര്യം നമ്മൾ എന്ത് ചെയ്യാണ്, പുനഃസൃഷ്ടിക്കുന്നതിനാണ് എന്ത് പറയാം, സിമുലേഷൻ എന്ന് പറയാം. ഇപ്പോ സിമുലേഷൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മള് ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്തുന്ന പോലീസ് കേസ് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോ ഒരു ഇവന്റ്, ഒരു ഇഷ്യൂ ഉണ്ടായി, ഒരു പ്രശ്നം ഉണ്ടായി, ആ സാഹചര്യം പുനഃസൃഷ്ടിക്കുകയും കൊലയാളിയെ കണ്ടെത്തുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ. അതേപോലെ തന്നെ മനുഷ്യന്റെ മെന്റൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ കോഗ്നിറ്റീവ് പ്രോസസ്സിനെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെ പുനഃസൃഷ്ടിക്കുകയും മനുഷ്യനുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്ത് പഠിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിനാണെന്ന് പറയാം കമ്പ്യൂട്ടർ സിമുലേഷൻ എന്ന് പറയാം. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. പിന്നെ ഗ്രൂപ്പിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ പ്രധാനമായിട്ടും രണ്ട് കൺസെപ്റ്റുകളാണ് വിശദീകരിച്ചത്. ഒന്ന് കോഗ്നിറ്റീവ് പ്രോസസ്, കോഗ്നിറ്റീവ് സൈക്കോളജി. കോഗ്നിറ്റീവ് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഒരു മൈൻഡിനെ കുറിച്ചുള്ള ഒരു സയന്റിഫിക് സ്റ്റഡിയാണ് എന്ത്, കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ. അത് മനുഷ്യന്റെ ബിഹേവിയറിനെയാണ് എന്ത് ചെയ്യുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇത് പ്രധാനമായും ഇത് ഇമ്പോർട്ടന്റ് ആണ്, ബിഹേവിയർ. ഒരു കോഗ്നിഷൻ എന്ന് പറഞ്ഞാൽ, കോഗ്നിഷൻ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് എങ്ങനെയാണ്, ബിഹേവിയറിലൂടെയാണ്.
ഇത് മനുഷ്യന്റെ മെന്റൽ പ്രോസസ്സുകളെ കുറിച്ചുള്ള പഠനമാണ്. മെന്റൽ പ്രോസസ്സുകൾ ഏതൊക്കെയാണ് നമ്മളിവിടെ പറഞ്ഞു. പെർസീവിങ്, ലേണിംഗ്, റിമെമ്പറിങ്, തിങ്കിങ്, ഇതൊക്കെ എന്താണ്? മെന്റൽ പ്രോസസ്സുകളാണ്. പിന്നെ നമ്മൾ പറഞ്ഞ എന്താണ്? പിന്നെ അതിന്റെ എക്സാമ്പിളുകളൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞല്ലോ അല്ലെ. പിന്നെ അതിനുശേഷം റിസർച്ച് മെത്തേഡ്, ഹൗ കോഗ്നിറ്റീവ് സൈക്കോളജി സ്റ്റഡീസ്. കോഗ്നിറ്റീവ് സൈക്കോളജി എങ്ങനെയാണ് നമ്മൾ പഠിക്കുക, അതുപോലെ റിസർച്ചിന്റെ ഗോൾസ് എന്തൊക്കെയാണ്, ഇത് നമ്മൾ പറഞ്ഞു നിർത്തി. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡൊമൈൻസ് ഓഫ് കോഗ്നിറ്റീവ് സൈക്കോളജി. ഡൊമൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതെല്ലാം ഏരിയ, കോഗ്നിറ്റീവ് സൈക്കോളജിയുടെ സ്കോപ്പ് എന്താണ്? നമ്മൾ +2 ഡിഗ്രി ഒക്കെ പഠിച്ച സ്കോപ്പ് എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടാവും. കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ ഏതെല്ലാം മേഖലകൾ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നുണ്ട്? എന്താണ് കോഗ്നിറ്റീവ് സൈക്കോളജിയുടെ പ്രിൻസിപ്പൽ റിസർച്ച് ഏരിയ? പന്ത്രണ്ട് പോയിന്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ഒന്നാണ് കോഗ്നിറ്റീവ് ന്യൂറോ സയൻസ്. ഒരു ഇൻഫോർമേഷൻ എങ്ങനെയാണ് നമ്മൾ ഒരു പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമുക്കൊരു ഇൻഫോർമേഷൻ കിട്ടുകയും അതിനെ നമ്മൾ തിരിച്ചറിയുകയും പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലെ. ബിഹേവിയറിലൂടെയാണ് നമ്മൾ അതിനെ തിരിച്ചറിഞ്ഞത് മറ്റുള്ളവർക്ക് മനസ്സിലാവുക. ഓക്കെ, ഒരു നായ നമ്മളെ മുന്നിൽ വന്നു കടിക്കാൻ വേണ്ടി കുരച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നായയെ കണ്ട സമയത്ത് നമ്മൾ ഓടുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ കല്ലെടുത്ത് എറിയുന്നുണ്ട്, അല്ലെങ്കിൽ എന്താണോ ഉദ്ദേശിച്ചത് അത് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരാൾ നമ്മളെ മുന്നിൽ നിൽക്കുകയാണ്, ആ സമയത്ത് നമ്മൾ ആ വ്യക്തിയോട് പുഞ്ചിരിക്കുന്നുണ്ട്, ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നുണ്ട്, കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഈ പ്രോസസ്സിന് ഇടയിൽ നടക്കുന്ന സങ്കീർണമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, മെന്റൽ പ്രോസസ്സുകളാണ്, ബ്രെയിനിനുള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളാണ് കോഗ്നിറ്റീവ് ന്യൂറോ സയൻസിൽ പഠിക്കുന്നത്. ഓക്കെ, പഞ്ചേന്ദ്രിയങ്ങളിലൂടെ കാഴ്ച, കേൾവി, സ്മെല്ല്, രുചി, ഇതിലൂടെ നമുക്ക് ഇൻഫോർമേഷൻ കിട്ടുന്നു. കിട്ടിക്കഴിഞ്ഞാൽ ഇതെന്ത്? നമ്മളെ ശരീരത്തിലെ നെർവ് സിസ്റ്റം ഉണ്ട്. ഈ നെർവ് സിസ്റ്റത്തിലൂടെ ഇലക്ട്രോ കെമിക്കൽ പ്രോസസ്സുകളായിട്ട്, ഇലക്ട്രോ കെമിക്കൽ ഉദ്ദീപനങ്ങളായിട്ട്, സ്റ്റിമുലികളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? വിവരങ്ങൾ നേരെ ബ്രെയിനിലേക്ക് പോകുന്നുണ്ട്. അപ്പോ ഇത് ബ്രെയിൻ ആണ്. പഞ്ചേന്ദ്രിയങ്ങൾ, ഇൻഫോർമേഷൻ പഞ്ചേന്ദ്രിയങ്ങളോട് എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രോ കെമിക്കൽ പ്രോസസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ബ്രെയിനിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, നെർവ് സിസ്റ്റം ബ്രെയിനിലുള്ള ശരീരത്തിൽ മൊത്തം എന്ത് ചെയ്യുന്നുണ്ട്? വ്യത്യസ്ത നെർവ് സിസ്റ്റങ്ങളുണ്ട്. ഈ സിസ്റ്റത്തിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഇലക്ട്രോ കെമിക്കൽ പ്രോസസ്സിലൂടെ ഇൻഫോർമേഷൻ ബ്രെയിനിലെത്തുകയും അത് തിരിച്ചറിയുകയും അതിനനുസരിച്ച് ബിഹേവിയർ രൂപപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെയാണ് നമ്മൾ കാണുന്നത്, അപ്പൊ നമ്മുടെ ഉള്ളിൽ ദേഷ്യമാണ് വരിക. അപ്പൊ ദേഷ്യമായിട്ടാണ് നമ്മുടെ ബിഹേവിയർ വരുന്നത്. നമ്മൾ ഇഷ്ടപ്പെട്ട ഒരാളാണ് നമ്മൾ മുന്നിൽ വരുന്നത്, അപ്പൊ നമുക്ക് സന്തോഷവും സ്നേഹവുമാണ് വരുന്നത്. ഇതിനിടയിൽ നടക്കുന്ന പ്രോസസ്സാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. ഇൻഫോർമേഷൻസ് നെർവ് സിസ്റ്റത്തിലൂടെ ഇലക്ട്രോ കെമിക്കൽ സ്റ്റിമുലികളായിട്ട്, സെൻസറി സ്റ്റിമുലി എന്നാണ് ഇതിന് പറയാം. ഓക്കെ, ഈ സെൻസറി സ്റ്റിമുലി, ഇലക്ട്രോ കെമിക്കൽ സ്റ്റിമുലികളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ ബ്രെയിനിലെത്തുകയും ആ ബ്രെയിന് അതിനെ തിരിച്ചറിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്? ബിഹേവിയർ ആയിട്ട് അതിന്റെ റിയാക്ഷൻ വരികയും ചെയ്യുന്നുണ്ട്. അതിനാണ് എന്ത് പറയാം, ഇതിനെ കുറിച്ചുള്ള പഠനമാണിത് കോഗ്നിറ്റീവ് ന്യൂറോ സയൻസിൽ പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്ത് പെർസെപ്ഷൻ. ഒരു മിനിറ്റ്. സാറേ, ആ, ഈ ഇലക്ട്രോ കെമിക്കൽ പ്രോസസ്സിൽ പിന്നെ 2 ഇലക്ട്രോൺസ്, ഹാപ്പിനെസിന്റെ ഇലക്ട്രോൺസ് കൂടുമ്പോഴാണ് സന്തോഷം ഉണ്ടാകുന്ന ആ ഒരു രീതിയിലല്ല? അതെ. അതിനെ കുറിച്ച് വിശദമായിട്ട് നമുക്ക് വേറൊരു സബ്ജക്റ്റ് വരുന്ന സമയത്ത് പഠിക്കാം. ഇപ്പൊ നമുക്ക് ഈ ജസ്റ്റ് ഒരു ഓവർവ്യൂ മാത്രമേ ഇത് പറയാനുള്ളൂ. ഓക്കെ, അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നീട് പറയാം. ന്യൂറോൺസിലൂടെ ഉള്ള ട്രാൻസ്മിഷൻ അല്ലേ സാറേ? അതെ.
കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഓ ഓക്കെ. ഇതില് വരുന്ന മറ്റൊരു കാര്യം നമ്മൾ നേരത്തെ പഠിച്ചിരുന്നല്ലോ, പലതരത്തിലുള്ള ബ്രെയിൻ ടെസ്റ്റുകൾ, ബ്രെയിൻ ഇമേജിംഗ് ടെക്നിക്സുകൾ നേരത്തെ പറഞ്ഞല്ലോ. PET, അതുപോലെ FMRI, ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഈ ഇലക്ട്രോ കെമിക്കൽ പ്രോസസ്സിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. PET അതുപോലെ തന്നെ FMRI, അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇനി അടുത്തത് പെർസെപ്ഷൻ. പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ അതിൽ രണ്ട് കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഡിറ്റക്ഷൻ ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. ഓക്കെ, നമ്മൾ പഞ്ചേന്ദ്രങ്ങളിലൂടെ ഒരു ഇൻഫോർമേഷൻ നമ്മുടെ ഉള്ളിൽ വരുന്ന സമയത്ത് അത് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്, ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. ഡിറ്റക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്, ഇന്റർപ്രറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ ഇന്റർപ്രിട്ടേഷന് മുമ്പാണ് എന്ത് വരുന്നത്, ഡിറ്റക്ഷൻ വരുന്നത്. ഓക്കെ, നമ്മള് കാണുകയാണ്, കേൾക്കുകയാണ്, ടേസ്റ്റ് ചെയ്യാണ്. ഇതിലൂടെ നമ്മളൊരു സാധനം എന്ത് ചെയ്യുന്നുണ്ട്, ഫോർ എക്സാമ്പിൾ മധുരം നമ്മൾ കഴിച്ചു. അപ്പൊ മധുരത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ആ ഇൻഫോർമേഷൻ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യുന്ന ഈ പ്രോസസ്സിനെയാണെന്ന് പറയാം പെർസെപ്ഷൻ എന്ന് പറയാം. ഓക്കെ, ഇപ്പോ നമ്മള് ഉദാഹരണം പറയാണ്, മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മള് ചായ നല്ല മധുരമുള്ള ചായയാണ് എന്ന് ഒരു പെർസെപ്ഷൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ആദ്യം നമ്മൾ ചായ എടുക്കുന്നു, ചായ നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നു ചായയാണ്, അതിനുശേഷം നമ്മൾ കുടിക്കുന്നു, അത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ആ എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷമാണ് ഒരു പെർസെപ്ഷൻ രൂപപ്പെടുന്നത്, മധുരമുള്ള ചായയാണ്. അല്ലെങ്കിൽ നമ്മൾ ഒരാളെ കാണുകയാണ്, ആദ്യമായിട്ട് ഒരു പുതിയൊരു കുട്ടി നമ്മളെ ക്ലാസ്സിൽ വരുന്ന സമയത്ത് ആ കുട്ടി വളരെ മോശമായിട്ടാണ് നമ്മളോട് പെരുമാറിയത്. അങ്ങനെ പെരുമാറുന്ന സമയത്ത് ആ ബിഹേവിയർ നമ്മൾ ഡിറ്റക്ട് ചെയ്യുകയും പിന്നെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അല്ലെ? ഈ ഇന്റർപ്രറ്റ് ചെയ്യുന്നതിലൂടെ ആ കുട്ടി വളരെ മോശമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ പ്രോസസ്സിന് രണ്ട് ഘട്ടങ്ങളാണ്, ഒന്ന് ഡിറ്റക്ഷൻ, ഇന്റർപ്രിട്ടേഷൻ. ഓക്കെ, ഓരോ ആളുകളും ഓരോ വസ്തുവുമായിട്ടും ഓരോ വ്യക്തിയുമായിട്ടും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ പെർസെപ്ഷൻ രൂപപ്പെടുന്നുണ്ട്. ഓക്കെ, ഓരോ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ഈ പെർസെപ്ഷൻ രൂപപ്പെടുന്നത് ഡിറ്റക്ഷനിലൂടെയും ഇന്റർപ്രിട്ടേഷനിലൂടെയാണ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തേതാണ് എന്ത്, പെർസെപ്ഷൻ. ഇപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കോഗ്നിറ്റീവ് പ്രോസസ്സിലെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പൽ ഏരിയാസ് ആണ്. ഇതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? ഇവിടെ നമ്മൾ കൺസെപ്റ്റുകൾ മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. ഈ പുസ്തകം മുഴുവൻ ഈ കൺസെപ്റ്റിന്റെ വിശദീകരണമാണ്. ഇപ്പൊ നമ്മൾ 12 മെയിൻ ഏരിയാസ് ആണ് പറയാൻ പോകുന്നത്. ഈ 12 മെയിൻ ഏരിയാസ് ആണ് നമ്മളുടെ ഈ പുസ്തകത്തിൽ വിശദമായി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങളിൽ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ കോഗ്നിറ്റീവ് ന്യൂറോ സയൻസ് നമ്മൾ പറഞ്ഞു, പെർസെപ്ഷൻ പറഞ്ഞു, അറ്റൻഷൻ പറഞ്ഞു. അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ സെലക്റ്റീവ്ലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നതിനാണ് എന്ത് പറയാം, അറ്റൻഷൻ എന്ന് പറയാം. ഇപ്പൊ നമ്മൾ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയാണ്, ഈ സമയത്ത് ഒരുപാട് നമ്മളെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതിലേക്കൊന്നും നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ക്ലാസ്സിലേക്ക് മാത്രം നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ചീവീട് കരയുന്ന സൗണ്ട് ഉണ്ട്, ഫാൻ കറങ്ങുന്ന സൗണ്ട് ഉണ്ട്, അങ്ങനെ പല സൗണ്ടുകളും നമ്മുടെ ചുറ്റുപാടുണ്ട്. പക്ഷെ അതിനൊക്കെ ഇഗ്നോർ ചെയ്തിട്ട് നമ്മൾ ഒരു സെലക്റ്റീവ് ഫോക്കസ് കൊടുക്കുന്നുണ്ട് അല്ലെ? ഇതിനാണ് എന്താ പറയാ, അറ്റൻഷൻ എന്ന് പറയാം. മനുഷ്യൻ എന്തിനുള്ള കഴിവുണ്ട്? സെലക്റ്റീവ്ലി ഫോക്കസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അല്ലെങ്കിൽ എന്തുണ്ടാവും, മെന്റൽ ഓവർലോഡ് ഉണ്ടാവും. ഇൻഫോർമേഷൻ പല ഭാഗത്തുനിന്ന് നമുക്ക് വരും, അപ്പൊ അതിനെ ഡിറ്റക്ട് ചെയ്യാനും നമുക്ക് കഴിയില്ല. അപ്പോൾ സെലക്റ്റീവ്ലി ഫോക്കസ് ചെയ്യാനുള്ള മനുഷ്യന്റെ കഴിവിനെയാണ് എന്താ പറയാ, അറ്റൻഷൻ എന്ന് പറയാം. ഓക്കെ, പിന്നെ അടുത്താണ് പാറ്റേൺ റെക്കഗ്നിഷൻ. ഇപ്പൊ നമ്മൾ പഞ്ചേന്ദ്രിയങ്ങൾ, നമുക്ക് ഒരുപാട് ഇൻഫോർമേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഇൻഫോർമേഷൻസിനെ പല പാറ്റേണുകളാക്കി തിരിക്കുകയും അതിനെ തിരിച്ചറിയാനുള്ള കഴിവ് നമുക്കുണ്ട്. ഇപ്പൊ ഉദാഹരണം ഇതെടുക്കാം,
ഇപ്പൊ ഇത് ഒരു വരയാണ് അല്ലെ, വരയാണ്. പക്ഷെ ഇത് നമ്മൾ ഇങ്ങനെ വെച്ചു ഒരു വീട്. ഇത് കണ്ട, ഇതിപ്പോ പേന കൊണ്ട് വരച്ച വരയാണ്. പക്ഷെ ഈ പാറ്റേൺ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഇതൊരു വീടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പൊ നമ്മൾ ഒരു കുട്ടിയെ വരക്കാം. ഒരു കുട്ടിയാണ്, ഒരു വ്യക്തിയാണ്, ഒരു എക്സാമ്പിൾ. ഇത് ഒരുപാട് വരകൾ, ഒരുപാട് ലൈനുകൾ കൂടിച്ചേർന്ന് അല്ലെങ്കിൽ ഒരുപാട് കോലങ്ങൾ കൂടിച്ചേർന്ന ഒരു ചിത്രമാണ്. പക്ഷെ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റെക്കഗ്നൈസ് ചെയ്യുന്നത് ഇത് ഇന്ന സാധനമാണെന്ന്. അല്ലെങ്കിൽ അങ്ങനെ പല സാധനങ്ങൾ. ഇതിനെന്ത് പറയും? പാറ്റേൺ റെക്കഗ്നിഷൻ എന്ന് പറയും. ഓക്കെ, ഓക്കെ. നമ്മളെ ചുറ്റുപാടും കാണുന്ന ലൈനുകള്, കർവ്, ഇങ്ങനെ പല സാധനമുണ്ട്. ഓക്കെ, വസ്ത്രങ്ങള്, വസ്ത്രം ഉപയോഗിച്ചിട്ട് പല സാധനങ്ങൾ നമുക്ക് കാണാം അല്ലെ. തൊപ്പി, ബാഗ്, ഡ്രസ്സ്, ഇതൊക്കെ നൂല് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന സാധനങ്ങൾ, കർട്ടൺ. പക്ഷെ ഇതിനൊക്കെ ഓരോ പാറ്റേൺ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യും, പലതരത്തിലുള്ള വസ്ത്രങ്ങൾ നമുക്കുണ്ട്. അപ്പോ ഷാൾ ഉണ്ട്, ബാഗ് ഉണ്ട്, പാന്റ് ഉണ്ട്, ഷർട്ട് ഉണ്ട്. ഓരോന്നും നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. ഒക്കെ നൂല് കൊണ്ട് ഉണ്ടാക്കിയ സാധനം തന്നെയാണ്. പക്ഷെ അതിന്റെ പാറ്റേൺ നോക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അത് ഇന്ന ആവശ്യത്തിനുള്ളതാണെന്ന് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. ഇതിനെന്ത് പറയും? പാറ്റേൺ റെക്കഗ്നിഷൻ എന്ന് പറയും. ഓക്കെ, ഇതിലൂടെ ശരിക്കും ചെയ്യുന്നത് എന്താണ്, നമുക്ക് കിട്ടുന്ന മീനിങ്ലെസ് ആയിട്ടുള്ള സെൻസറി ഇൻപുട്സിനെ മീനിങ് ഫുൾ പാറ്റേൺ ആക്കി കൺവേർട്ട് ചെയ്യുന്നതിനാണ് എന്ത് പറയാം, പാറ്റേൺ റെക്കഗ്നിഷൻ എന്ന് പറയാം. നമ്മൾ കാണുന്നതൊക്കെ നൂലാണ്. പക്ഷെ നൂലുകളെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ തിരിച്ചറിയുകയും അതിന് മീനിങ് ഫുൾ പാറ്റേൺ ആയിട്ട് കൺവേർട്ട് ചെയ്ത് അത് എന്താ സാധനം നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. അതിന് പാറ്റേൺ റെക്കഗ്നിഷൻ എന്ന് പറയുന്നുണ്ട്. ഈ പാറ്റേൺ റെക്കഗ്നിഷനെ കുറിച്ച് നമുക്ക് പിന്നീട് പഠിക്കാനുണ്ട്. അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റുകളെ കുറിച്ചൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് പിന്നീട് വിശദമായിട്ട് അതിന്റെ സയന്റിഫിക് സ്റ്റഡിയും അത് ടെസ്റ്റ് ചെയ്യുന്ന രീതികളും ഒക്കെ പഠിക്കാനുണ്ട്. അടുത്താണ് കോൺഷ്യസ്നെസ്. കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കറണ്ട് അവയർനെസ്സിനാണ് എന്ത് പറയാം, കോൺഷ്യസ്നെസ് എന്ന് പറയാം. നമ്മൾ എക്സ്റ്റേണൽ ഇന്റേണൽ സർക്കംസ്റ്റാൻസസിനെ കുറിച്ചുള്ള കറണ്ട് അവയർനെസ്. ഇപ്പൊ നമുക്ക് പറയാം, ഇപ്പൊ സമയം 9:45, 10 മണിയാകുമ്പോൾ നമുക്ക് നിർത്തണം, അല്ലെങ്കിൽ നല്ല ചൂട് കൂടുന്നു, നല്ല തണുപ്പുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരുന്നുണ്ട്. ഇതൊക്കെ നമ്മളെന്താണ്, നമ്മളെ ഇന്റേണലും എക്സ്റ്റേണലുമായ നമ്മളെ ചുറ്റുപാടുള്ള കാര്യങ്ങൾ അതിനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. കറണ്ട് അവയർനെസ്, ഇപ്പൊ എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ ഉള്ളിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, പുറത്തെന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ഇതിനെ കുറിച്ചുള്ള അവയർനെസ്സിനാണ് എന്ത് പറയാം, കോൺഷ്യസ്നെസ് എന്ന് പറയാം. ഇനി അടുത്താണ് മെമ്മറി. മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താണ്? മെമ്മറിയെ കുറിച്ച് ഇനി വിശദമായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. മെമ്മറിയുമായി ബന്ധപ്പെട്ട തിയറികൾ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പിന്നീട് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും. എങ്കിലും ഷോർട്ടായിട്ട് നമ്മൾ പറയണം. ഇൻഫോർമേഷൻസ് അക്വയർ ചെയ്യുക, പ്രോസസ് ചെയ്യുക, സ്റ്റോർ ചെയ്യുക, റിട്രീവ് ചെയ്യുക, ഇതൊക്കെയാണ് മെമ്മറിയുടെ പണി. നമ്മൾ ഇൻഫോർമേഷൻസ് പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ചിട്ട് ശേഖരിക്കുന്നുണ്ട്, അത് സ്റ്റോർ ചെയ്യുന്നുണ്ട്, ആവശ്യമായ സമയത്ത് ആ സാധനം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. നമ്മളിപ്പോ ഒരു വർഷം നമ്മൾ പഠിക്കുന്നുണ്ട്, അത് എക്സാമിന്റെ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ എടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇൻഫോർമേഷൻ എടുക്കുന്നുണ്ട്, സ്റ്റോർ ചെയ്യുന്നുണ്ട്, പുറത്തേക്കും ആവശ്യത്തിന് എടുക്കുന്നത്, റിട്രീവ് ചെയ്യുന്നുണ്ട്. മെമ്മറിയെ നമുക്ക് പ്രധാനമായും 3ആയിട്ട് വേർതിരിക്കാൻ പറ്റും. ഒന്നാണ് സെൻസറി മെമ്മറി, രണ്ടാണ് ഷോർട്ട് ടേം മെമ്മറി, മൂന്നാമത്താണ് ലോങ് ടേം മെമ്മറി. സെൻസറി മെമ്മറി എന്ന് പറഞ്ഞാൽ വളരെ ബ്രീഫ് ആയിട്ടുള്ള മെമ്മറിയാണ്. ഇത് വിഷൻ ആണെങ്കിൽ 0.5 സെക്കൻഡ്, അതുപോലെ ഹിയറിംഗ് ആണെങ്കിൽ 3 സെക്കൻഡ് ഒക്കെ ഉള്ളതാണ് എന്ത് ചെയ്യാം, അതിൽ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുക. അതിനുശേഷം ഇൻഫോർമേഷൻസ് ഷോർട്ട് ടൈം മെമ്മറിയിലേക്ക് പോയാൽ എന്ത് ചെയ്യും, ദീർഘകാലം വീണ്ടും ഇൻഫോർമേഷൻ കുറച്ചു നേരം കൂടെ ഉണ്ടാവും. പിന്നെ ലോങ് ടേം മെമ്മറിയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും, ഒരിക്കലും എന്താണ് മറക്കാത്ത രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, അത് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പൊ സെൻസറി മെമ്മറി വളരെ ഷോർട്ട് ടേമിൽ നിലനിൽക്കുന്ന മെമ്മറിയാണ്. പിന്നെ അടുത്താണ് ഷോർട്ട് ടേം മെമ്മറി. ഷോർട്ട് ടേം മെമ്മറി എന്ന് പറഞ്ഞാൽ അതിന് STM എന്നും പറയും, ഷോർട്ട് ടേം മെമ്മറി. പിന്നെ മറ്റൊരു പേരാണ് എന്ത്, വർക്കിംഗ് മെമ്മറി. എന്താണ് വർക്കിംഗ് മെമ്മറി? ഷോർട്ട് ടേം മെമ്മറി ഉണ്ട്,
വർക്കിംഗ് മെമ്മറി. വർക്കിംഗ് മെമ്മറി പ്രധാനമായും നമ്മളുടെ എന്താണ് 3 മുതൽ 20 സെക്കൻഡ് വരെ നമ്മളെ ഇൻഫോർമേഷൻസ് സ്റ്റോർ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാൻ കഴിയും. പരമാവധി മില്ലറിന്റെ അഭിപ്രായത്തിൽ മില്ലേഴ്സ് മാജിക് നമ്പർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കാനുണ്ട്, ഇനി വരാൻ പോകുന്നുണ്ട്. ഒരാൾക്ക് 7 ഐറ്റംസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരേ സമയത്ത് 7 ± 2 7 ± 2 അതായത് 5 അല്ലെങ്കിൽ 9 ഐറ്റംസിനെ നമുക്ക് ഈ സമയത്ത് എന്ത് ചെയ്യാം നമ്മളെ ഷോർട്ട് ടൈം മെമ്മറിയിൽ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. ലോങ് ടൈം മെമ്മറി ഇതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ലോങ് ടൈം മെമ്മറി പെർമനന്റ് സ്റ്റോറേജ് ആണ്. ലോങ് ടൈം മെമ്മറി എന്ന് പറഞ്ഞാൽ പെർമനന്റ് സ്റ്റോറേജ് ആണ്. നമ്മൾ മരണം വരെ ഇൻഫോർമേഷൻസ് എന്ത് ചെയ്യാൻ പറ്റും അതിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. വിവിധ തരത്തിലുള്ള മെമ്മറികളെ കുറിച്ച് നമുക്ക് ഇനി പഠിക്കാനുണ്ട്. അതിൽ ഏതൊക്കെയാണ് നമുക്ക് തുടരും പാഠങ്ങൾ ഇനിയുള്ള വരാൻ പോകുന്ന പാഠങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ജസ്റ്റ് പേര് നമുക്ക് ജസ്റ്റ് പറഞ്ഞു പോവാം. എപ്പിസോഡിക് മെമ്മറി, സെമാന്റിക് മെമ്മറി, അതുപോലെ ഡിക്ലറേറ്റീവ് മെമ്മറി, ഇങ്ങനെ പ്രൊസീജറൽ മെമ്മറി, ഇങ്ങനെ പല തരത്തിലുള്ള മെമ്മറികളുണ്ട്. അതും മെമ്മറിയുമായി ബന്ധപ്പെട്ട നിരവധി തിയറികളും നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് അടുത്തതായിട്ട് ഈ ഭാഗം വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം പഠിക്കാം. അടുത്താണെന്ത് റെപ്രസെന്റേഷൻ ഓഫ് നോളജ്. നമ്മളെ മെമ്മറിയിൽ നമ്മളെ ബ്രെയിനിൽ ഇൻഫോർമേഷൻസ് എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, അതാണ് റെപ്രസെന്റേഷൻ ഓഫ് നോളജ് പറയുന്നത്. ഇൻഫോർമേഷൻസ് സിംബലൈസ് ചെയ്തിട്ട് ബ്രെയിനിൽ പല രീതിയിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. കൺസെപ്റ്റുകളായിട്ടും സ്കീമകളായിട്ടുമാണ് എന്ത് ചെയ്യുന്നത് സ്റ്റോർ ചെയ്യുന്നത്. നമ്മൾ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ പല കാറ്റഗറികളായിട്ട് നമ്മൾ സാധനങ്ങൾ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഇപ്പോ നമുക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ വാഹനങ്ങള്, കാറ്, ജീപ്പ്, ബസ്, ലോറി, ഇങ്ങനെ പല കാറ്റഗറികളായിട്ട്. കേൾക്കുന്നില്ല? വോയിസ് കേൾക്കുന്നില്ല. കേൾക്കുന്നുണ്ടല്ലോ, ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടല്ലോ. ഓക്കെ. അത് സൗണ്ട് കുറവുണ്ടെങ്കിൽ അത് അടുത്ത ക്ലാസ്സിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അത് എങ്ങനെയാണ് സൗണ്ട് കുറഞ്ഞത് എനിക്ക് അറിയില്ല. കേൾക്കുന്നുണ്ട്. ഉണ്ടോ? ഓക്കെ. അപ്പൊ എന്താ പറഞ്ഞത്? റെപ്രസെന്റേഷൻ ഓഫ് നോളജ്. ഇൻഫോർമേഷൻസ് പല കാറ്റഗറികളായിട്ടും പല സ്കീമാസ് ആയിട്ടുമാണ് എന്ത് ചെയ്യുന്നത് ഇൻഫോർമേഷൻസ് നമ്മളെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യുന്നത്. കാറ്റഗറികളായിട്ട് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇപ്പൊ നൂല് കൊണ്ട് ഉണ്ടാക്കിയ സാധനങ്ങൾ തന്നെ പല സാധനങ്ങളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു വസ്ത്രമുണ്ട്, കട്ടിൽ, ബെഡ്, അതുപോലെ എന്താണ് തലയണ, അതിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് നൂല് യൂസ് ചെയ്യുന്നുണ്ട്. കർട്ടൺ, ഇതിലൊക്കെ നൂല് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് പല കാറ്റഗറികളായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വേർതിരിക്കുന്നത്. അതേപോലെ തന്നെ സ്കീമാസ് എന്ന് പറഞ്ഞാൽ ഒരു മെന്റൽ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യും ബ്രെയിന്. ഉദാഹരണം പറയുകയാണെങ്കിൽ 4 ചക്രമുള്ള വണ്ടിയെ നമ്മൾ കാറ് എന്ന് വിളിക്കുന്നു. 3 ചക്രമുള്ള വണ്ടിയെ നമ്മൾ ഓട്ടോ എന്ന് വിളിക്കുന്നു. 2 ചക്രമുള്ള വണ്ടികളാണ് എന്ത് ചെയ്യും അത് ബൈസിക്കിൾ ആണ്. ഇങ്ങനെ പല ബ്രെയിനിൽ പല സ്കീമാസ് രൂപപ്പെടുന്നുണ്ട്. ഈ സ്കീമാസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് തിരിച്ചറിയുന്നുണ്ട് ചുറ്റുപാടുള്ള കാര്യങ്ങളെ. ഇതെങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഈ സബ്ജക്റ്റ് ഇതുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റുകൾ ഈ പുസ്തകത്തിൽ മൊത്തം നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ. അടുത്താണത് ലാംഗ്വേജിന് മുമ്പ് ഇമേജറി വിട്ടുപോയി. ഇമേജറി എന്ന് പറഞ്ഞാൽ മെന്റൽ പിക്ചർ ആൻഡ് കോഗ്നിറ്റീവ് മാപ്പ് ഓഫ് അവർ എൻവയോൺമെന്റ്. നമ്മളെ ബ്രെയിനിൽ നമ്മളെ ചുറ്റുപാടിനെ കുറിച്ചുള്ള ഒരു പിക്ചർ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മള് വാഹനം ഓടിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പൊ നമ്മള് വഴികളിൽ നമുക്ക് ഒരിക്കലും വഴി തെറ്റാതെ നമ്മളെ വീട്ടിലേക്ക് വരുന്നുണ്ട് അല്ലെ? അതേപോലെ തന്നെ എൻവയോൺമെന്റിലുള്ള നമ്മളെ ചുറ്റുപാടുള്ള, ഇപ്പൊ ഞാൻ അധ്യാപകനാണ്, ഞാൻ കോളേജിൽ പോകുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് വഴി തെറ്റാതെ നമ്മൾ കോളേജിലേക്ക് പോകുന്നുണ്ട്. അവിടെ ഓരോ ക്ലാസ്സുകളും എങ്ങനെയായിരിക്കും എന്ന് എന്ത് ചെയ്യുന്നുണ്ട് എന്റെ മെമ്മറിയിൽ എന്ത് ചെയ്യുന്നുണ്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് ഫൈനൽ ഇയർ PGയിലാണ് ക്ലാസ് എന്ന് കരുതാം. അപ്പൊ ഞാൻ കറക്റ്റ് അങ്ങോട്ട് എന്ത് ചെയ്യുന്നത് പോകുന്നുണ്ട്. അപ്പൊ അവിടെ കുട്ടികളുടെ എണ്ണം, അവരുടെ രീതികൾ ഒക്കെ എനിക്ക് എന്ത് ചെയ്യാം ഒരു മെന്റൽ പിക്ചർ എന്റെ കയ്യിലുണ്ടാവും. ഓക്കെ. ഇതേപോലെ തന്നെ നമ്മൾ നമുക്ക് ഫെമിലിയർ ആയ ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ
മെമ്മറിയിൽ ഒരു മെന്റൽ പിക്ചർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു കോഗ്നേറ്റീവ് മാപ്പ് ഉണ്ട്. ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ കുറിച്ച് നമുക്ക് വരുന്ന ഭാഗങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റും, ചർച്ച ചെയ്യാം. അടുത്താണ് ലാംഗ്വേജ്. ലാംഗ്വേജ് പറഞ്ഞ ഭാഷ. നമ്മൾ ഇൻഫോർമേഷൻസ് അക്വയർ ചെയ്യുക, നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. ഇതൊക്കെ ചെയ്യുന്നത് എന്തിലൂടെയാണ്? ലാംഗ്വേജിലൂടെയാണ്. ലാംഗ്വേജ് വ്യത്യസ്തമായ ലാംഗ്വേജുകൾ ഉണ്ട് അല്ലെ ലോകത്ത്. ഈ വ്യത്യസ്തമായ ലാംഗ്വേജുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫോർമേഷൻ അക്വയർ ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇൻഫോർമേഷൻസ് അക്വയർ ചെയ്യുന്നത്? ഭാഷ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഭാഷ എന്ന് പറഞ്ഞാൽ ഈ ഒരുപാട് അക്ഷരങ്ങൾ കൂട്ടി വായിക്കുക എന്നത് മാത്രമല്ല കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ഒരുപാട് സ്കീമാസ് ഉണ്ട്, കോഗ്നേറ്റീവ് മെന്റൽ പിക്ചേഴ്സ് ഉണ്ട്, നേരത്തെ പറഞ്ഞ കോഗ്നേറ്റീവ് മാപ്സ് ഉണ്ട്. ഇതൊക്കെ കൂടിയ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ലാംഗ്വേജ് എന്ന് പറഞ്ഞത്. ഈ ലാംഗ്വേജിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് പഠിക്കാൻ മാത്രമല്ല, ലാംഗ്വേജുമായി ബന്ധപ്പെട്ട് ഒരുപാട് രോഗങ്ങളുണ്ട്, അതിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഉദാഹരണമായിട്ട് ഇപ്പൊ നമുക്ക് ഡിസ്ലെക്സിയ, അതുപോലെ ഫ്ലുവൻസി ഡിസോർഡർ, ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ. ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കൺസെപ്റ്റ് ആണ്. അതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വിശദമായിട്ട് പഠിക്കാനുണ്ട്. ലാംഗ്വേജ് അക്വിസിഷൻ, അതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വരും ദിവസങ്ങളിൽ അതാത് ടോപ്പിക്കിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യാം, പഠിക്കാം. പിന്നെ ഡെവലപ്മെന്റൽ സൈക്കോളജി. ഇപ്പൊ നമ്മൾ എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ ഉൾക്കൊള്ളുന്ന പഠന മേഖലകളാണ് പറയുന്നത്. അതായത് ശരിക്കും നമ്മൾ ഇൻഡെക്സ് ആണ് പറയുന്നത്, കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ ഉള്ളടക്കമാണ് പറയുന്നത്. ഇനി വരാൻ പോകുന്ന 16 യൂണിറ്റുകളിൽ പറയാൻ പോകുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഇതിന്റെ എക്സ്പ്ലനേഷൻ ഇനി വരും. ഡെവലപ്മെന്റൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ജനിച്ചത് മുതൽ ആ വ്യക്തിയുടെ മരണം വരെ എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ടാവുന്ന വിവിധ ഘട്ടങ്ങളില് ചൈൽഡ്ഹുഡ് മുതൽ അഡൾട്ട്ഹുഡ് വരെ നടക്കുന്ന കോഗ്നിറ്റീവ് സ്ട്രക്ചർ, എബിലിറ്റി ഓഫ് ഡെവലപ്മെന്റ്, ഇതിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓരോ ഇൻഫാന്റ്, ചൈൽഡ്ഹുഡ്, അങ്ങനെ ഓരോരോ ഘട്ടങ്ങൾ ഇതിനെക്കുറിച്ച് നമുക്ക് സെക്കൻഡ് MPC 002 നമുക്ക് വിശദമായിട്ട് പഠിക്കാനുണ്ട്. നമുക്ക് ആ സമയത്ത് നോക്കാം. പിന്നെ തിങ്കിങ് ആൻഡ് കൺസെപ്റ്റ് ഫോർമേഷൻ. നെക്സ്റ്റ് ആണത് തിങ്കിങ് ആൻഡ് കൺസെപ്റ്റ് ഫോർമേഷൻ. ഓക്കെ, നമ്മൾ എന്താണ് ചെറിയ ഇവന്റ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വിശാലമായ കൺസെപ്റ്റുകൾ രൂപപ്പെടുത്തുന്നുണ്ട് അല്ലെ. ഉദാഹരണം പറയാണ്, ഇപ്പോ നമ്മൾ എന്താണ്, ഒരു വിവാഹ ചടങ്ങ് നടക്കുകയാണ്. അതിലൊരുപാട് ചെറിയ കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ. ഭക്ഷണം ഉണ്ടാവും, അതുപോലെ വധൂവരന്മാര് വരുന്നുണ്ട്, താലി കെട്ടുന്നുണ്ട്, ചില ബാൻഡ്, മേളങ്ങള്, പാട്ട്, ഡാൻസ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് അല്ലെ. ഇതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വലിയ കാറ്റഗറി ആയിട്ട് അതിനെ നമ്മൾ മാറ്റി. വിവാഹം എന്ന് പറഞ്ഞാൽ എന്താണ്, വെറും ഭക്ഷണം കൊടുക്കൽ മാത്രമല്ല, വധൂവരന്മാരുണ്ട്, അവര് താലി കെട്ടുന്നുണ്ട്, ഒരുപാട് കുട്ടികൾ ഉണ്ട്, അവിടെ കളിക്കുന്നുണ്ടാവും, ഒരുപാട് രണ്ട് ഫാമിലികൾ ഒരുമിച്ച് കൂടുന്നുണ്ട്. കുറെ സ്പെസിഫിക് ഇവന്റുകൾ കൂടി ചേർന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വലിയ കാറ്റഗറി രൂപപ്പെടുന്നുണ്ട്. അതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ മെമ്മറിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലുള്ള കുറെ ചെറിയ സ്പെസിഫിക് ഇവന്റുകൾ കൂട്ടിച്ചേർത്ത് ഒരുപാട് കൺസെപ്റ്റുകൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല, ഗവൺമെന്റ്, അതുപോലെ തന്നെ സമ്പദ് വ്യവസ്ഥ, ജനാധിപത്യം, അങ്ങനെ കുറെ സാധനങ്ങൾ എന്താണ് ശരിക്ക് ചെറിയ സ്പെസിഫിക് ഇവന്റുകൾ കൂടി ചേർന്നിട്ടുള്ള വലിയ കൺസെപ്റ്റാണ്. ഈ കൺസെപ്റ്റുകൾ എങ്ങനെ രൂപപ്പെടുന്നത്, ഈ കൺസെപ്റ്റുകൾ രൂപപ്പെടുന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ എന്തിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അടുത്തതാണ് ഹ്യൂമൻ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വളരെയധികം പ്രാധാന്യം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിന്റെ പ്രാധാന്യം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്ക്, ഹ്യൂമൻ ഇന്റലിജൻസിനെ പോലെ തന്നെ കൃത്രിമമായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഇന്റലിജൻസ് ആണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയാം. അത് ഇൻഫോർമേഷൻസ് അക്വയർ ചെയ്യുക, നോളജ് യൂസ് ചെയ്യുക, ലാംഗ്വേജ് തിരിച്ചറിയുക, ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, ഇതൊക്കെ ആർക്കും കഴിയും, മനുഷ്യന് കഴിയുന്ന പോലെ തന്നെ
ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനും കഴിയുന്നുണ്ട്. ഇതുപയോഗിച്ചുകൊണ്ട് കോഗ്നേറ്റീവ് സൈക്കോളജി എന്ന പഠന മേഖലയിൽ മനുഷ്യനും AI-യും തമ്മിലുള്ള കമ്പാരിസൺ നടത്തുന്നുണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ച് എന്ത് ചെയ്യാം, നമുക്ക് വിശദമായിട്ട് പഠിക്കാം. പിന്നെ ഇതിൽ ഒരുപാട് കേസ് സ്റ്റഡികൾ നമുക്ക് പറയാനുണ്ട്. അതുപോലെ പലതരത്തിലുള്ള രോഗങ്ങൾ പറയാനുണ്ട്, പലതരത്തിലുള്ള ടെസ്റ്റുകൾ പറയാനുണ്ട്, വ്യത്യസ്ത തരത്തിലുള്ള കൺസെപ്റ്റുകൾ പറയാനുണ്ട്. ഇതിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, പിന്നീടുള്ള സമയങ്ങളിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞത് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. ഈ പാഠം ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ശരിക്കും ഇൻട്രൊഡക്ഷൻ ആണ്. ഇനി നമുക്ക് പറയാനുള്ളത് ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ കോഗ്നേറ്റീവ് സൈക്കോളജിയുടെ തുടക്കം മുതൽ ഇന്നുള്ള അവസ്ഥ വരെ. പിന്നെ അതിൽ കീ പ്രിൻസിപ്പിൾസ്, കീ ചാലഞ്ചസ് ഒക്കെ ഇൻട്രൊഡക്ഷന്റെ ഭാഗമാണ്. സെക്കൻഡ് മൊഡ്യൂൾ മുതലാണ് ശരിക്ക് ഇതിന്റെ വിശദീകരണം ആരംഭിക്കുന്നത്. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. സൗണ്ടിന്റെ കാര്യം ഞാൻ കൺസിഡർ ചെയ്യാം. അതെങ്ങനെയാണ് സൗണ്ട്, ഞാൻ ഇവിടെ പ്രോപ്പറായിട്ട് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് സൗണ്ട് കുറഞ്ഞതെന്ന് എനിക്ക് വ്യക്തമല്ല. ഞാൻ ചെക്ക് ചെയ്തിട്ട് അടുത്ത ഫ്രൈഡേ നമുക്ക് ക്ലാസ് ഉണ്ടായിരിക്കും, ആ സമയത്ത് ക്ലിയർ ചെയ്യാം. പിന്നെ ഇതിന്റെ PPT PDF ആയിട്ട് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിന്റെ പുറമെ ഒരു വോയിസ് ഓവർ ആയിട്ട് നമ്മൾ പഠിച്ച ടോപ്പിക്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും, നിങ്ങൾക്ക് അത് കേൾക്കാം. ഓക്കെ, മെറ്റീരിയൽ ആയിട്ട് ഒരു PDF ഓൾറെഡി നമ്മൾ വിട്ടിട്ടുണ്ട്. അതിന് പുറമെ PPT ഉണ്ടായിരിക്കും, പിന്നെ ചെറിയൊരു വോയിസ് ഓവർ ഉണ്ടായിരിക്കും. ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സിൽ ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പേഴ്സണൽ ആയിട്ട് കോൺടാക്ട് ചെയ്യാം. ഗ്രൂപ്പിൽ എന്ത് ചെയ്യാം, നിങ്ങളെ സംശയങ്ങൾ ചോദിക്കാം. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ സ്പോട്ടിൽ തന്നെ പറഞ്ഞുതരും, അല്ലെങ്കിൽ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞുതരും. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് പേപ്പർ വൈസിൽ ജോയിൻ ചെയ്യാം. അതായത് MPC 1, 2, 3 അങ്ങനെ ഓരോ കോഴ്സിനായിട്ട് ചേരാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് മുഴുവനായിട്ട് കോഴ്സിൻ്റെ രജിസ്റ്റർ ചെയ്യാം. എന്തായിരുന്നാലും ഏർലി ബേർഡ് ഓഫർ എന്ന രീതിയിൽ നമ്മുടെ കോഴ്സിൻ്റെ 20% ഡിസ്കൗണ്ട് നമ്മൾ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. മുഴുവൻ